രാജ്യത്തെ കോച്ചിംഗ് സെന്ററുകൾക്ക് കടിഞ്ഞാണിട്ട കേന്ദ്ര സർക്കാർ സെന്ററുകളുടെ പ്രവർത്തനത്തിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കി. 16 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളെ കോച്ചിംഗ് സെന്ററുകളിൽ ചേർക്കുന്നത് നിരോധിച്ചു. നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ലംഘിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് കനത്ത പിഴ ഈടാക്കും. കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ പരാതികൾ വ്യാപകമായതോടെയാണ് കർശന മാനദണ്ഡങ്ങളും നിർദ്ദേശവുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഇടപെടലുണ്ടായത്. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലും സിവിൽ സർവീസ് കോച്ചിംഗ് എന്ന പേരിൽ പരിശീലന കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. ഇത്തരം കേന്ദ്രങ്ങൾ വലിയ വാഗ്ദാനങ്ങൾ നൽകി രക്ഷിതാക്കളെ കബളിപ്പിക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചതോടെയാണ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത്. 16 വയസ്സും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് പോലും കോച്ചിംഗ് സെന്ററുകളിൽ പ്രവേശനം നൽകരുത്. മികച്ച റാങ്കും മാർക്കും അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ പാടില്ല. അധ്യാപകർക്ക് കുറഞ്ഞത് ബിരുദമെങ്കിലും യോഗ്യത വേണം. അധ്യാപകരുടെ വിദ്യാഭ്യാസ യോഗ്യത, കോഴ്സിന്റെ വിവരങ്ങൾ, ഫീസ് തുടങ്ങിയവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. കോഴ്സ് ഇടയ്ക്ക് വെച്ച് മുടക്കുന്നവർക്ക് പണം തിരികെ നൽകുന്നതടക്കമുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണം. വിദ്യാർത്ഥികളിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തരുത്. അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഉറപ്പുവരുത്തണം. നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ലംഘിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ വരെ പിഴയും രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കൽ നടപടിയിലേക്കും കടക്കും. സ്പോർട്സ്, കലാപ്രവർത്തനങ്ങൾ അടക്കമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തരം കോച്ചിംഗ് സെന്ററുകൾക്കും നിർദ്ദേശം ബാധകമാണ്. ജനം, ഡൽഹി.